प्यारे दोस्तों, आदाब। आज हम चर्चा करने जा रहे हैं 5वीं जमात की उर्दू दरसी किताब का तीसरा यूनिट का सबक फैसला सुनाएं। दोस्तों, ये एक छोटी सी कहानी है। പ്രിയ കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റിൽ 5ാമത്തെ ചാപ്റ്റർ, അതായത് ഫൈസല സുനായെ എന്ന एक छोटी सी कहानी, ഒരു ചെറിയ കഥ നമുക്കിന്ന് പരിചയപ്പെടാം. आप तैयार हैं ना? तो चलिए शुरू करें. बहुत देर हो गई है अमीना, हम घर वापस चलें? दोनों घर की तरफ चलने लगी. रास्ते में हाथ मुंह धोने के लिए तालाब के पास पहुंची. वहाँ जोसेफ चचा को देखकर अमीना ने पूछा, चचा, क्या गर्मी के मौसम में इस तालाब में पानी होता है? हाँ बेटी, इसमें हर मौसम में पानी भरा रहता है. जोसेफ चाचा ने उन्हें तालाब की कहानी सुनाई. बहुत देर हो गई है अमीना, ഒരുപാട് വൈകിയല്ലോ അമീന. हम घर वापस चलें? നമുക്ക് വീട്ടിലേക്ക് പോകാം. दोनों घर की तरफ चलने लगी. രണ്ടുപേരും വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. रास्ते में हाथ मुंह धोने के लिए तालाब के पास पहुंची. रास्ते में വഴിയിൽ हाथ मुंह धोने के लिए കൈയും മുഖവും കഴുകാൻ तालाब के पास पहुंची, കുളത്തിനടുത്തേക്ക് എത്തി. वहाँ जोसेफ चचा को देखकर अमीना ने पूछा. वहाँ അവിടെ जोसेफ चचा को देखकर, जोसेफ चाचाയെ കണ്ടിട്ട് अमीना ने पूछा, अमीना ചോദിച്ചു, चचा, क्या गर्मी के मौसम में इस तालाब में पानी होता है? गर्मी के मौसम में, വേനൽക്കാലത്ത് इस तालाब में, ഈ കുളത്തിൽ പാനി होता है, വെള്ളം ഉണ്ടാകാറുണ്ടോ? हाँ बेटी, അതേ മോളെ, इसमें हर मौसम में, ഇതിൽ എല്ലാ കാലത്തും पानी भरा रहता है, വെള്ളം നിറഞ്ഞു നിൽക്കാറുണ്ട്. जोसेफ चचा ने उन्हें तालाब की कहानी सुनाई. जोसेफ चचा उन्हें, അവർക്ക് तालाब की कहानी सुनाई, तालाबिൻ്റെ കഥ കേൾപ്പിച്ചു. तालाब का मतलब है कुളം. अच्छा, तो कहानी सुने. फैसला सुनाए. फैसला का मतलब है विधि, തീരുമാനം. ഫൈസല സുനായെ, വിധി കേൾപ്പിക്കാം, തീരുമാനം കേൾപ്പിക്കാം. शंकर के खेत में एक तालाब था. उसने तालाब एक गरीब किसान दामू को बेच दिया. एक दिन दामू तालाब से पानी लेने लगा. ये तुम क्या कर रहे हो दामू? मैं पानी ले रहा हूँ. नहीं नहीं, तुम पानी नहीं ले सकते, पानी मेरा है. मैंने तुम्हें सिर्फ तालाब बेचा है. दोनों में झगड़ा हो गया. आखिर वो सदर पंचायत के पास गए. हुजूर, मैंने शंकर से तालाब ख़रीदा है, लेकिन वो तालाब से पानी लेने नहीं देता. नहीं हुजूर, मैंने उसको सिर्फ तालाब बेचा है, पानी नहीं. ये सुनकर सदर पंचायत ने फैसला सुनाया. शंकर, तुम तालाब का पानी ले लो और तालाब दामू को दे दो. शंकर के खेत में एक तालाब था. ശങ്കറിൻ്റെ വയലിൽ ഒരു കുളമുണ്ടായിരുന്നു. ഖേത്ത്, വയൽ, താലാബ്, കുളം. उसने तालाब एक गरीब किसान दामू को बेच दिया. उसने, അദ്ദേഹം, तालाब एक गरीब किसान दामू को बेच दिया. उसने, അദ്ദേഹം, तालाब, കുളം, एक गरीब किसान, ഒരു പാവപ്പെട്ട കർഷകനായ ദാമുക്കു ബേച്ച് ദിയ, ദാമുവിന് വിറ്റു. ബേച്ച് ദേന, വിൽക്കുക. एक दिन, ഒരിക്കൽ, दामू तालाब से पानी लेने लगा.
एक दिन ഒരിക്കൽ ദാമു താലാബ് से पानी लेने लगा. താലാബിൽ നിന്ന് പാനി लेने लगा, വെള്ളമെടുക്കാൻ തുടങ്ങി. ये तुम क्या कर रहे हो दामू? നീ ഇതെന്താ ചെയ്യുന്നത് ദാമു? मैं पानी ले रहा हूँ, ഞാൻ വെള്ളമെടുക്കുകയാണ്. नहीं नहीं, ഇല്ല ഇല്ല, तुम पानी नहीं ले सकते, നിനക്ക് വെള്ളം എടുക്കാൻ കഴിയില്ല. പാനി മേരാ ഹെ, വെള്ളം എൻ്റെതാണ്. മേനെ തുമേ, ഞാൻ നിനക്ക് സിർഫ് താലാബ് ബേച്ച ഹെ, കുളം മാത്രമാണ് വിറ്റത്. ഞാൻ നിനക്ക് കുളം മാത്രമാണ് വിറ്റത്. അതുകൊണ്ട് തും പാനി നഹി ലേ സക്തേ, നിനക്ക് വെള്ളമെടുക്കാൻ കഴിയില്ല. ദോനോ മേ ജഗഡാ ഹോ ഗയാ, രണ്ടുപേരും തമ്മിൽ കലഹമായി. ജഗഡാ ഹോന, കലഹിക്കുക. ആഖിർ വോ സദറെ പഞ്ചായത്ത് കെ പാസ് ഗേ, ആഖിർ അവസാനം, വോ സദറെ പഞ്ചായത്ത് കെ പാസ് ഗേ, അവർ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോയി. സദറെ പഞ്ചായത്ത്, പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഹുസൂർ, പ്രഭോ, മേനെ ശങ്കർ സെ താലാബ് ഖരീദാ ഹെ, ഞാൻ ശങ്കറിനോട് കുളം വാങ്ങിയിട്ടുണ്ട്. ലേക്കിൻ വോ താലാബ് സെ പാനി ലേനെ നഹി ദേതാ, ലേക്കിൻ എന്നാൽ, വോ താലാബ് സെ അദ്ദേഹം കുളത്തിൽ നിന്ന് പാനി ലേനെ നഹി ദേതാ വെള്ളമെടുക്കാൻ അനുവദിക്കുന്നില്ല. നഹി ഹുസൂർ, ഇല്ല പ്രഭോ, മേനെ ഉസ്കോ സിർഫ് താലാബ് ബേച്ചാ ഹെ, മേനെ ഉസ്കോ സിർഫ് താലാബ് ബേച്ചാ ഹെ, മേനെ ഞാൻ, ഉസ്കോ അദ്ദേഹത്തിന്, സിർഫ് കേവലം, താലാബ് ബേച്ചാ ഹെ കുളം മാത്രമാണ് വിറ്റത്. ഞാൻ അദ്ദേഹത്തിന് കുളം മാത്രമാണ് വിറ്റത്, പാനി നഹി വെള്ളം വിറ്റിട്ടില്ല. യെ സുൻകർ, ഇത് കേട്ടിട്ട് സദറെ പഞ്ചായത്തിനെ ഫൈസല സുനായ. യെ സുൻകർ, ഇത് കേട്ടപ്പോൾ സദറെ പഞ്ചായത്തിനെ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഫൈസല സുനായ തീരുമാനം കേൾപ്പിച്ചു, വിധി പുറപ്പെടുവിച്ചു. ശങ്കർ, തും താലാബ് കാ പാനി ലേലോ, ശങ്കർ നീ കുളത്തിലെ വെള്ളമെടുത്തോളൂ. ഓർ താലാബ് ദാമു കോ ദേ ദോ, കുളം ദാമുവിന് നൽകൂ. तो दोस्तों, ये थी हमारी छोटी सी कहानी फैसला सुनाई, दामू और शंकर की कहानी. ദാമു ഓർ ശങ്കർ കി കഹാനി. എല്ലാ കൂട്ടുകാരും നല്ല രൂപത്തിൽ ഈ കഥ വായിച്ചു മനസ്സിലാക്കുകയും നിങ്ങളുടെ അധ്യാപകർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, तो दोस्तों अगले वीडियो के साथ हम फिर मिलेंगे. तब तक शुक्रिया, खुदा हाफिज़.